ഇരിക്കുന്നു. എല്ലാവരും സന്തോഷമായും സുഖമായും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകാൽ ഇന്നത്തെ ഈ ഇന്നത്തെ ഈ മീറ്റിംഗ്, ഇതിനകത്ത് നിങ്ങൾ കേൾക്കുന്ന മെസ്സേജുകളെല്ലാം നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് വലിയ വഴിത്തിരിവുകൾക്ക് കാരണമായി തീരട്ടെ. കഴിഞ്ഞ നാളുകളിലുള്ള മീറ്റിങ്ങുകൾ, മെസ്സേജുകൾ, പ്രവചന ശബ്ദങ്ങളെല്ലാം വ്യക്തിയുടെ ലൈഫിന്റെ അകത്ത് നിറവേറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അത് ഏറ്റവും ബ്ലെസ്സിങ് ആയി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് രാത്രിയും നമ്മൾ പുതിയ വർഷത്തിലേക്ക് പോകാൻ ഇനി നമുക്ക് ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ എല്ലാവരുടെ ലൈഫിനത് ഞാനിപ്പോ ഏകദേശം ഞാൻ കണ്ടുവരുന്നത്, നിങ്ങൾ പലർക്കെങ്കിലും അത് ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഡിസംബർ മാസം പൊതുവെ എല്ലാവർക്കും ഒരു പ്രതികൂലത്തിന്റെ മന്ദ കാര്യം. അതിനർത്ഥം പ്രവേശിക്കുന്ന 2026 വളരെ ബ്ലെസ്സിങ് ആണ്. അപ്പൊ അതുകൊണ്ട് ഫറവോന്റെ സകല അടവുകളും ഫറവോന്റെ സകല ശക്തിയും അവൻ പ്രദർശിപ്പിക്കും ഈ ഡിസംബറിൽ. പക്ഷെ നിങ്ങളോട് എനിക്ക് ആത്മാവിൽ പറയേണ്ടത്, നിങ്ങൾ വിജയിച്ചു എന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രതികൂലത്തെ നിങ്ങൾ എതിരിടുക. അവന്റെ കളി, അവന്റെ തന്ത്രം വളരെ ചുരുങ്ങിയ സമയത്തേക്കേ ഉള്ളൂ. 2026 നിങ്ങൾ കാൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. 2025 ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ദൈവം 2026 നിങ്ങളുടെ സ്പീഡുകളെ ദൈവം വർദ്ധിപ്പിക്കും. അത് മനസ്സിലാക്കിയ പൈശാചിക ശക്തികൾ ശുശ്രൂഷകരുടെ കുടുംബങ്ങളിലും വിശ്വാസികളെ ദൈവമക്കളുടെ ജീവിതത്തിന്റെ മേലും വലിയ പ്രതികൂലങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സീസണാണ്. പക്ഷെ ഇതിന്റെ അകത്ത് ദൈവമക്കളായ നമുക്ക് ജയമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതുമായി ബന്ധപ്പെട്ടുള്ള ദൈവം തന്നിരിക്കുന്ന ചില പ്രവചന ശബ്ദങ്ങൾ നിങ്ങളുമായി കൈമാറി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് വലിയ വഴിത്തിരിവുകൾക്ക് കാരണമായി തീരും. ആമേൻ. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന പ്രതികൂലത്തിന്റെ അവസ്ഥ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അടുത്ത ഇയറിൽ വരാൻ പോകുന്ന ബ്ലെസ്സിങ്ങിന്റെ തുടക്കം നിങ്ങൾ വിചാരിച്ചാൽ മതി. ആമേൻ. പിശാച് ഒന്ന് നമുക്കെതിരായിട്ട് തന്ത്രം ഒരുക്കുമ്പോൾ നമ്മൾ അതിനെ 7 മറികടക്കണം, 7 ചാടി കടക്കണം. അവൻ 7 മെയ്യുമ്പോൾ നമ്മൾ 14 ചാടി കിടക്കണം. ഇങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എന്ത് വന്നിരുന്നാലും പിശാചേ, നീ എന്തൊക്കെ വേലത്തരങ്ങൾ എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട്, എൻ്റെ ചർച്ചുമായി ബന്ധപ്പെട്ട്, എൻ്റെ വിശ്വാസികളുമായി ബന്ധപ്പെട്ട് നീ എന്തൊക്കെ ഇട്ടിരുന്നാലും അവസാനം ചെയ്യാൻ എനിക്കുള്ളതാണ്. ആമേൻ. ഇന്ന് ഞങ്ങളുടെ പാസ്റ്റർ സഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ. എന്തുവാ, ഇവന് തലയില്ലാതെ ഉടലും കൊണ്ടാണ് ഇവൻ മൊത്തം കളിക്കുന്നത്. ഹല്ലേലൂയ. തലയില്ലാതെ നിൽക്കുന്ന ഒരു ജീവിയെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കി. അവൻ ഈ അവന്റെ ബാക്കിയുള്ള പാർട്ടുകൾ കൊണ്ട് അവൻ നമ്മളെ കളിപ്പിക്കുകയാണ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതൽ, ആത്മീക വളർച്ച പ്രാപിച്ച ഒരു ദൈവപൈതൽ മാറി നിന്ന് ചിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് പ്രതികൂലമുണ്ട്. ഒരു വിധത്തിലും നമുക്ക് കയറി വരാൻ പറ്റാത്ത വിധത്തിൽ എല്ലാ മേഖലയ്ക്കകത്ത് പിശാച് നമ്മളെ ലോക്കിട്ടെന്ന് വരാം. ഞാനിത് പറയുന്നത് ഇന്നും കൂടെ ഞാൻ അത് എക്സ്പീരിയൻസ് ആയിട്ട് അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ജയം നമുക്കുള്ളത്. പിശാച് എന്ത് തന്ത്രം മെനഞ്ഞാലും നമ്മൾ അതിനെ അവൻ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് തന്ത്രം മെനയുമ്പോൾ ആ തോൽവി, അവൻ ഇട്ടിരിക്കുന്ന തോൽവിയെ നമ്മൾ ജയമാക്കി ട്രാൻസ്ഫോം ചെയ്യണം. ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാമ്പത്തികം പോയിന്നിരിക്കും. അത് അടുത്ത ഇയർ നമുക്ക് ഇതിന്റെ ഇരട്ടി വരാനാണ്. ഇങ്ങനെ ഇവനെതിരെ ജയിക്കണം. ഒരു പക്ഷെ നമ്മുടെ ആരോഗ്യത്തെ അവൻ എക്സ്ക്യൂസ് ചെയ്ത് കാണും. അത് വിചാരിക്കുക അടുത്ത ഇയർ ഈ ആരോഗ്യം വെച്ച് കർത്താവിന് വേണ്ടി ഓടാൻ പോവാണ്. ഇങ്ങനെ വിശ്വാസത്തിന്റെ തലത്തിന്റെ അകത്ത് ഞാനൊരു ഭാഗം വായിച്ച എബ്രായർക്ക് ലേഖനത്തിനകത്ത്, വേറൊരു ഭാഗത്ത് ചെങ്കടൽ ഉണങ്ങി നിലത്തുകൂടെ ഇസ്രായേൽ മക്കൾ അക്കരയ്ക്ക് കടത്തി എന്ന് പറയുമ്പോൾ അത് രണ്ടും എനിക്കൊരു രണ്ട് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി. എബ്രായർക്ക് ലേഖനത്തിൽ പറഞ്ഞത്, വിശ്വാസത്താൽ അവർ കര എന്ന വണ്ണം ചെങ്കടലിന്റെ മുകളിൽ കൂടെ നടന്നു. അപ്പോ പുറപ്പാട് പുസ്തകത്തിനകത്ത് പറയുന്നത് കര തന്നെ എന്ന് പറയുന്നുണ്ട്, അല്ലെ? ഉണങ്ങിയ നിലത്തുകൂടെ അത് എനിക്ക് ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, അത് ലിറ്ററലി ഉണങ്ങിയ നിലമായോ അതോ വിശ്വാസത്താലാണോ ഇവർ മേളിൽ ചവിട്ടിയത് എന്നുള്ളതായിരുന്നു. ഇതിൽ ഏതായിരുന്നു രണ്ട് നിങ്ങൾ ഏറ്റെടുത്തോണം. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വെള്ളമായിരിക്കും കാണുന്നത്, നമ്മുടെ ഫ്രണ്ടിൽ കടലായിരിക്കും കാണുന്നത്. പക്ഷെ അതിന്റെ മുകളിൽ കൂടെ ഇസ്രായേൽ മക്കൾ വിശ്വാസത്താൽ കര എന്ന വണ്ണം, ഞാൻ അകത്ത് നിന്നാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന പ്രസന്റ് സിറ്റുവേഷൻ വളരെ മോശമായിരിക്കും, പക്ഷെ അതിന്റെ മുകളിൽ കൂടെ നമ്മൾ നടക്കും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ടത്. അങ്ങനെ
ആത്മാവിൽ ആമേന് ജാഗരിച്ച് കയറുന്ന, അങ്ങനെ ആത്മാവിൽ ഉണർന്നു കയറുന്ന ഒരു ജനറേഷനെയാണ് 2026 ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. എന്തെങ്കിലും കണ്ട് പേടിച്ച് ഓടുന്നവരല്ല, എന്തെങ്കിലും കണ്ട് ഭാരപ്പെടുന്നവരല്ല, എന്തെങ്കിലും കണ്ട് അവൻ കരഞ്ഞിരിക്കുന്നവരല്ല. ആ സീസണെല്ലാം കഴിഞ്ഞു. 2026 പുതിയൊരു ജനറേഷനെ ദൈവം വാർത്തെടുക്കുന്നത് നിന്റെ മുന്നേ ഇരിക്കുന്ന ചെങ്കണ്ടെ കര എന്ന വണ്ണം നിനക്ക് നടക്കാൻ മനസ്സുണ്ടോ എന്നാണ്. ആ ഫെയ്ത്തിൽ നിനക്ക് അതിനകത്ത് കയറാൻ മനസ്സുണ്ടോ എന്ന ആമേൻ ഹല്ലേലൂയ ആത്മീക പക്വതയുള്ള വ്യക്തികളെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർ എന്റെ കൂടെ ഉണ്ട്? ഇന്ന് രാത്രി ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ആയിരിക്കുന്ന മോശ സിറ്റുവേഷൻ 2026 നിനക്ക് വരാൻ പോകുന്ന നല്ല സീസണാക്കി ദൈവം ട്രാൻസ്ഫോം ചെയ്യാൻ പോവാണ്. എത്ര പേർ ഹൽബ്ര നഹദിയ ഇത് പറയുമ്പോൾ നിങ്ങൾ അന്യഭാഷ പറഞ്ഞ് ഇതിനെ അങ്ങ് ഏറ്റെടുക്കണം. നമ്മൾ ഇതിനെ ആത്മതലത്തിൽ ഉറപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവൻ ചിരിക്കും, അയ്യോ ഹോസ്പിറ്റലിലായി, അല്ലെങ്കിൽ രോഗിയായി, അല്ലെങ്കിൽ കുടുംബത്തിന്റെ അകത്ത് പീസ് ഇല്ല, ഒന്ന് വിധത്തിലും മനസ്സിനകത്ത് സ്വസ്ഥതയില്ല, ഒന്ന് മാറി ജീവിതത്തിൽ കടന്നു വരുന്നതിനെ ഓർത്ത് അവൻ നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ അവനെ നോക്കി ചിരിക്കണടാ. നീ ഉണ്ടാക്കിയ എല്ലാ പണികളും 2026 എന്റെ വിജയത്തിന്റെ പടികളാണ്, അത് നീ കാണും, അത് ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കും. ഞാൻ പറയുന്നത് ഈ ഡിസംബർ എന്ന് പറയുന്ന മന്ത് നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ഇത്രയും പ്രതികൂലം വരുന്നത് നിങ്ങൾ എത്രമാത്രം അതിനെ ചാടിക്കടക്കും, എത്രമാത്രം നിങ്ങൾ അതിനെ മറികടക്കും എന്ന് നിങ്ങളെ സ്പിരിച്വലി അക്കുമോൾ ആൻഡ് ഷൈനി ജോർജ് ആന്റി ആ ഡിവൈസിനകത്തിരിക്കുന്ന പ്രിയ സിസ്റ്ററിനോട് പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ ലൈഫ് ദൈവാത്മാവിനെ വരച്ചു കാട്ടുന്നു. ഈ പ്രസന്റ് സിറ്റുവേഷൻ പോലും നിങ്ങൾക്ക് മോശമാണ്. ഹല്ലേലൂയ. നെക്സ്റ്റ് എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കോടെ ഇന്ന് രാത്രി നിങ്ങൾ ഈ സൂം മീറ്റിനകത്ത് കയറുമ്പോൾ ജനുവരി 26 എന്ന് പറയുന്ന ഒരു ഡേറ്റ് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ആ 26 നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് വലിയൊരു ടേണിംഗ് വെളിപ്പെടും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു സെലിബ്രേഷനെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. അത് നടക്കത്തില്ല എന്ന് പിശാച് വാതുകെട്ടി ഇരിക്കുന്ന അല്ലെങ്കിൽ ചില മേഖലകളെ ഈ ഡിസംബർ ഓടെ നിങ്ങൾ മറികടക്കാൻ പോവാണ്. ആമേൻ. ഡിസംബർ 31 നിങ്ങളുടെ ന്യൂ ഇയർ പ്രയറിന്റെ അകത്ത് നിങ്ങൾ അതിനെ മറികടക്കുമെന്ന് പരിശുദ്ധാത്മ പറയുന്നു. അതുവരെ നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എടുത്ത ഉപവാസങ്ങൾ, പ്രാർത്ഥനകളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ അത് കൂട്ടിവെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ജനുവരി 26 ഒരു വലിയ ബ്രേക്ക് ത്രൂവിന് നിങ്ങൾ തയ്യാറാകുക. പ്രത്യേകാല് ചില യാത്രകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ചില വഴികളെ ലോബ്രഥനെ ആന്റി ഏറ്റെടുത്തോ. മനുഷ്യൻ അടച്ചാലും ദൈവം അയക്കുമെന്ന് പറഞ്ഞാൽ അയച്ചിരിക്കും. ദൈവം തുറക്കുമെന്ന് പറഞ്ഞാൽ തുറന്നിരിക്കും. ആമേൻ. ഏറ്റെടുക്കുക. ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ശക്തമായ ഒരു അഭിഷേകം വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തിയല്ല. നിങ്ങളുടെ സീസണെ തിന്നുകളഞ്ഞ വർഷങ്ങൾ, കഴിഞ്ഞ 5 വർഷങ്ങൾ നിങ്ങളുടെ സീസണെ തിന്നുകളഞ്ഞു. ആമേൻ. വരേണ്ട നന്മയെ കൈവെള്ളയിൽ വരുമെന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ കൈവെള്ളയിൽ വരാതെ അത് മാറിപ്പോയ സീസണുകളെ ദൈവാത്മാവ് കാണിക്കുന്നാൽ 2026 നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് വലിയ ആരാധിച്ചോ. നിന്റെ കുടുംബത്തിന്റെ അകത്ത് വലിയ നന്മ വെളിപ്പെടുന്നു. നിന്റെ കുടുംബത്തിന്റെ അകത്ത് വലിയ ദൂതന്മാർ, ആമേൻ ഹല്ലേലൂയ, ഒന്നിൽ കൂടുതൽ ദൂതന്മാർ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. റാശമന ഹന്തന റിഗൽക്കടകച്ചസിയ. ദൈവം ഒരു വ്യക്തിയെ അയക്കുമെന്ന് പറഞ്ഞാൽ അതിന് പിശാചി എത്ര തന്ത്രം കളിച്ചിരുന്നാലും ആമേൻ നിങ്ങളെ അവിടെ കൊണ്ടെത്തിക്കും. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും. ആമേൻ ഹല്ലേലൂയ. ചെങ്കടലിൽ ഇസ്രായേൽ മക്കൾ വീണുപോകും, തോറ്റുപോകും, പരാജയപ്പെട്ടു പോകും എന്ന് ശത്രു വിധിച്ചപ്പോൾ ഹല്ലേലൂയ ചെങ്കടലിന്റെ അകത്ത് മുക്കേണ്ടവനെ മുക്കി, പൊക്കി കയറ്റേണ്ടവനെ പൊക്കി കയറ്റിയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് ഞാനൊരു ദൂത് പറയാം. ചെങ്കലിനകത്ത് കിടന്ന് മരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അതിനെ കരയെന്ന വണ്ണം അതിന്റെ മണ്ടയിൽ കൂടെ കടന്ന് നിനക്കൊരു മാസ് എൻട്രി ദൈവം വെച്ചിട്ടുണ്ട്. ഏറ്റെടുത്തോ. ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന വേർഡുകളാണ്. സിസ്റ്ററെ, നിന്റെ മേൽ ഭയങ്കര ഒരു എൻട്രി തുറന്നു വരുന്നു. നിന്റെ മേൽ ഭയങ്കര ഒരു വഴി തുറന്നു വരികയാണ്. 3 വട്ടം നിന്റെ മുൻപിൽ അടച്ച ചില വഴികളെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. 3 വട്ടം തുറന്നില്ല എന്ന് പറയുന്ന വഴികൾ പത്രോസിന്റെ മുൻപിൽ സ്വതവേ വാതിൽ തുറന്നതുപോലെ നിന്റെ ലൈഫിന്റെ അകത്ത് ചിലത് തുറന്നു വരും. എത്ര പേർ എന്റെ കൂടെ ഉണ്ട്? ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലതിനോട് പരിശുദ്ധാത്മാവ്, ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ചെങ്കടലിൽ മുങ്ങിപ്പോകേണ്ട വ്യക്തി നീയല്ല. ചെങ്കടലിൽ വീണു മരിക്കേണ്ട വ്യക്തി നീയല്ല. നിന്നെ ഓട്ടിച്ചു കൊണ്ടുവന്നവൻ, അല്ലെങ്കിൽ നിന്നെ ഇത്ര മേലാക്കിയവൻ, അവനായി ഇനി വീഴാൻ പോകുന്നത്. എത്ര പേർ എന്റെ കൂടെ ഉണ്ട്? ആരാധിച്ച് ജയമെടുത്തോട്ടെ. ഇന്ന് രാത്രി
വലിയൊരു പകർച്ച ഇതിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്ത് കയറിയിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ 50 ഡിവൈസിനകത്തും ഹല്ലേലൂയ ആമേൻ ഭയങ്കര ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഇതിനകത്ത് കയറിയിരിക്കുന്ന മിക്ക വ്യക്തികളും പ്രസന്റ് സിറ്റുവേഷൻ വളരെ ശരിയല്ല, സീസൺ വളരെ ശരിയല്ല. പക്ഷെ ഇന്ന് രാത്രി പറയുന്നു, നിന്റെ സീസണിന്റെ അകത്ത് നിന്നെ പൊക്കിക്കൊണ്ടുവരുന്ന ദൈവ സാന്നിധ്യം അഡഗമന ഘടകക്ഷസിയ ദൈവം ആമേൻ നിന്നെ കുറിച്ചൊരു വാഗ്ദത്തം കൽപ്പിച്ചാൽ, ദൈവം നിന്നെ കുറിച്ചൊരു ബ്ലെസ്സിങ് കൽപ്പിച്ചാൽ, ദൈവം നിന്നെ എത്തിക്കുമെന്നൊരു ആമേൻ ഒരു ദൂത് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അവിടെ എത്തിക്കുക തന്നെ ചെയ്യും. അതൊരു മനുഷ്യനും തടയാൻ പറ്റത്തില്ല, അതൊരു പിശാചിനും തടയാൻ പറ്റില്ല. പക്ഷേ അത് പ്രാപിക്കുന്ന മുൻപേ നിന്റെ ലൈഫിൽ വരുന്ന ഒരു ടെസ്റ്റിംഗ് പീരീഡ് ആണ്. ഈ ടെസ്റ്റിംഗ് പീരീഡ് നീ പാസ്സായാൽ നീ ഒന്നിന്റെ അകത്തും തോൽക്കത്തില്ല. ഓ ഷാഗ്രാഗലാദി ലാബ്രയ ഹസിയാന്തന ലേബ്രബസെറ്റലി അർത്ഥന. നിന്റെ ടെസ്റ്റിൽ നീ പാസ്സാകാൻ പോകുന്നു. നിന്റെ ടെസ്റ്റിൽ നീ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സൂം മീറ്റിംഗിൽ കാണും തോന്നുന്നു, ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിന്റെ ആമേൻ ഹല്ലേലൂയ ബ്രാക്കറ്റ് പീരീഡ് ആമേൻ നിന്റെ ഇപ്പോൾ ആമേ നിന്റെ വാക്തത്വത്തിലേക്ക് നിനക്കുണ്ട്. അതിന്റെ അകത്ത് ഞാൻ പറയാം, ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾ എതിരിടുന്ന ഏത് പ്രശ്നമാകട്ടെ ജയം നിങ്ങൾക്കുള്ളതാണ്. ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പ്രവചിക്കുന്നത്. ജയം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഇതിനകത്ത് സാക്ഷ്യം പറയണം. ഇന്നത്തെ ദിവസം നിങ്ങൾ ഓർക്കണം, ഇന്നത്തെ സൂം മീറ്റിംഗ് നിങ്ങൾ ഓർക്കണം. റാഷമന ലാബ്രഖസിയാന്തോന ലേബ്രഖസിയാന്തന എല്ലാവരുടെ ഫിനാൻഷ്യൽ മേഖലയിൽ മുദ്രയിടുന്നു. എല്ലാ ദാരിദ്ര്യ ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. അനാവശ്യ ചെലവുകൾ, എക്സ്പെൻസുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ലാബ്രധന ഘടകസിയ ഒരു വിഷയത്തിന്റെ അകത്ത് ചെലവാക്കേണ്ട ആവശ്യമില്ല. ആ ക്യാഷ് അവിടെ മീൻസ് ചെലവാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അനാവശ്യമായി ആമേൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, അനാവശ്യമായി ഇതിന്റെ അകത്തിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി ആമേൻ ദൈവത്തിന്റെ ആത്മ പറയുന്നു, അനാവശ്യമായി നിന്റെ കയ്യിൽ നിന്ന് സമ്പത്തുകളെ ഒഴുക്കി കളയുന്ന പൈശാചിക മേഖലകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ റോഖാസിയ ബെനഡിക് മാത്യു ആംഗ്ലേ പരിശുദ്ധാത്മാവിനെ നിന്റെ സാമ്പത്തിക ലോക്കുകളെ പരിശുദ്ധാത്മാവ് അഴിക്കുന്നു. അനാവശ്യമായി എക്സ്പെൻസുകൾ കൊണ്ടിട്ട് നഷ്ടങ്ങൾ കൊണ്ടിട്ട് ഒരു കാരണവശാലും പുറത്തു വരാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 6 മാസമായി കിടന്ന് ചുറ്റുകയാണ്. എങ്ങനെ എനിക്ക് പുറത്തു വരാൻ കഴിയും? ആമേൻ ഒന്ന് മറിച്ച് ഒന്ന് തിരിച്ച് ആമേൻ ഹല്ലേലൂയ അതിന്റെ അകത്ത് ഒരു നന്മ പ്രാപിക്കാൻ കഴിയാതെ നിങ്ങൾ വ്യാകുലപ്പെടുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മ ഞാൻ പറയാം, അബ്രഹാമിന്റെ അനുഗ്രഹം അത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ എത്ര ദാരിദ്ര്യത്തിന്റെ അകത്താണ് ഇന്ന് രാത്രി കടന്നു പോകുന്നത്, ഞാൻ പറയാം 2026 അബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരും. തലമുറകളുമായി ബന്ധപ്പെട്ട് വലിയൊരു ഓപ്പണിംഗ് നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ഉണ്ടാകും. ആമേൻ ഹല്ലേലൂയ. മൂത്ത തലമുറയുമായി ബന്ധപ്പെട്ട് എനിക്കറിയത്തില്ല, ഭയങ്കര വ്യാകുലമാണ്, ഭയങ്കര ആകുലതയാണ്. ഇന്ന് രാത്രി അങ്ങളെ റഷന ഹത്തിന റഗൽ കടകസി ആ തലമുറ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ചുള്ള പദ്ധതിയും ദൈവം എഴുതി കഴിഞ്ഞു. നിങ്ങൾ അതിന്റെ ആമേൻ പുറകെ നിന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ലെന്ന് ദൈവാത്മാവ് പറയുന്നു. നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് മന്ത് ഓഫ് മാർച്ചുമായി ബന്ധപ്പെട്ട ആമേൻ എന്തെങ്കിലും ആമേൻ ആരെങ്കിലുമായിട്ട് മാർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇയർ അത് മാർച്ച് ആരാ ബന്ധപ്പെട്ടിരിക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ? മാർച്ച് 3 ഇളയ മോന്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ ആമേൻ. മാർച്ച് മാസവുമായി ബന്ധപ്പെട്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള 2 തലമുറകളെയും ദൈവം ഭയങ്കരമായിട്ട് ദൈവനാമത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ എന്റെ തലമുറകളുടെ നന്മ ഞാൻ കാണുമോ? എന്റെ തലമുറകളുടെ നന്മ എനിക്ക് അനുഭവിക്കാൻ കഴിയുമോ? റാഷകനഘടകസി മാർച്ച് മാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഇളയ മകന്റെ മേലും വലിയ ഓപ്പണിങ്ങുകൾ ഉണ്ടാകുന്നു. യാത്രകൾ ദൈവം തുറക്കുന്നു. പ്രത്യേക പരിശുദ്ധാത്മാവ് എന്നെ അറബ് ദേശം കാണിക്കുകയാണ്, ഗൾഫ് കൺട്രീസിനെ കാണിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് എനിക്കറിയത്തില്ല അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഗൾഫ് കൺട്രീസുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, പ്രാർത്ഥിച്ചോണം. ദൈവം ഒരു ഓപ്പണിംഗ് തുറക്കാൻ പോവാണ്. ദൈവം ഒരു ഓപ്പണിംഗ് നിങ്ങൾക്ക് വേണ്ടി ആമേൻ ദാവീദിന് വേണ്ടി ശമൂവേലിനെ കൊണ്ടുവന്നതുപോലെ നിങ്ങൾക്ക് വേണ്ടി ചില ശമൂവേൽമാരെ രാജ്യങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ആമേൻ ഈ ദൂത് സംഭവിക്കും അങ്കളെ, ഈ ദൂത് സംഭവിക്കും. സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്, അതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കും. മുടങ്ങിപ്പോയതിനെ എല്ലാം ദൈവം കൂട്ടിച്ചേർക്കും. ആമേൻ വലിയൊരു ഓപ്പണിംഗ് ഇന്നുണ്ടാകും. എത്ര പേർ ആമേൻ ദൈവത്തെ സ്തുതിക്കും? ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ മുന്നേ നിൽക്കുന്ന ചെങ്കടലിനെ ആമേൻ കരയെന്ന പോലെ ചാടിക്കിടക്കാൻ ആമേൻ ചങ്കൂറ്റമുള്ളവരുണ്ടോ? അതോ കരയാനും വിലപിക്കുവാനും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആമേൻ ഹല്ലേലൂയ കരയിപ്പിക്കുന്ന അനുഭവങ്ങൾ വന്നല്ലോ
എന്നാണോ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? മറിച്ച് ഈ ചെങ്കടലിന്റെ മുകളിൽ കരയെന്ന പോലെ ഞാൻ സഞ്ചരിക്കും, കരയെന്ന പോലെ ഞാൻ കടക്കും. ഓ ഷാബ്രാന ഹന്തന റഗൽ കടഗസി. ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രി ചില പകർച്ചകൾ നിങ്ങളുടെ മേൽ ഉടകബലഘടക ഷൈഡബാലഘടക തുനികൾ കഥനയർത്ഥനാദികട്ടി റേബ്രദാസികൾ ഘടകജനം ദുരകഥന ഘടകസി. മിനിസ്ട്രി ചെയ്യുന്നവർ പ്രാർത്ഥിച്ചോ. 2026 നിങ്ങളുടെ മിനിസ്ട്രികൾ മാറാൻ പോവുകയാണ്. 2025 വരെ ഇഴഞ്ഞും തൂങ്ങിയുമുള്ള ലാഗിംഗ് ഉള്ള മിനിസ്ട്രിയാണോ? ഇന്ന് രാത്രി ദൈവാത്മാവ് 2026 ആമേ ചിലരോട് പരിശുദ്ധാത്മാവ് നോക്കി പറയുകയാണ്, ഫെബ്രുവരി 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 എന്ന് പറയുന്ന മന്ത് ഒരു തിരിവിന്റെ മന്താണ്. ഹല്ലേലൂയ. ആമേൻ. മിനിസ്ട്രി ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസം പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ആഗോള തലങ്ങളിൽ മിനിസ്ട്രി ചെയ്യുന്ന എല്ലാ പാസ്റ്റേഴ്സിനും ഇതൊരു തിരിവിന്റെ മാസമായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ഈ സൂം മീറ്റിംഗിന്റെ അകത്ത് ഞാൻ പ്രവചിക്കുന്നുണ്ടെങ്കിലും എന്റെ മുന്നിൽ സകല ഭൂഖണ്ഡങ്ങളിലുള്ള ചർച്ചിനെ ദൈവാത്മാവ് കൊണ്ടുവരുന്നു. ആമേ. സകല ഭൂഖണ്ഡങ്ങളിൽ പ്രസംഗിക്കപ്പെടുന്ന ദൈവത്തിന്റെ ദാസന്മാരോടുള്ള ദൂതും കൂടെയാണ് ഇത്. ഫെബ്രുവരി മാസം ആമേ ദൈവത്തിന്റെ ദാസന്മാരുടെ തിരിവാണ്. ആമേൻ. ഹല്ലേലൂയ. ലോക്കുകളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്ന, ഹല്ലേലൂയ, ഫ്രീ ആയിട്ട് ശുശ്രൂഷിക്കുന്ന, ആമേൻ, സയൻസ് ആൻഡ് വണ്ടേഴ്സ് വെളിപ്പെടുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന അങ്ങനെയുള്ള വലിയ വലിയ മിനിസ്ട്രികൾ ട്രിവാൻഡ്രത്തിന്റെ അകത്ത് കേരളക്കരയിൽ സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. കേരളക്കരയിൽ ഉണർവുകൾ സംഭവിക്കാൻ പോകുന്നു. ഉടകമന ഘടകം ശംധനാറകൾ ഘടകസിയ ലാഭ്രഗതന ഘടകസിയൽക്കമൻ. എറണാകുളം ദേശവുമായി ആരെങ്കിലും ബന്ധപ്പെട്ടിട്ട് ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണം. ആ ദേശവുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഉണർവ് വ്യാപരിക്കാൻ പോവുകയാണ്. ഓമൻ. ഒരു പക്ഷെ നിങ്ങളെ ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. എറണാകുളം ദേശവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടോ? എറണാകുളം ദേശവുമായി ബന്ധപ്പെട്ട് കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. പ്രത്യേക അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. എനിക്കറിയത്തില്ല, ആ ദേശത്തെ ദൈവം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. അടക നഗത ലഗതന. ഇപ്പോൾ നിൽക്കുന്ന ചില മ്ലേച്ഛതകളെ ദൈവാത്മാവെന്നെ കാണിക്കുന്നു. ആമൻ. അതിന്റെ അകത്ത് ദൈവം നിന്നെ ഒരു ഉണർവാക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. എറണാകുളം ദൈവത്താൽ പിടിക്കപ്പെടാൻ പോകുന്നു. റാമ ശാന്തന റഗൽ കടകക്ഷസി. എറണാകുളത്തവരെല്ലാരും പ്രാർത്ഥിച്ചോണം. ചുടകമന ഘടക ഷൈഡബാലഘട്ടിയർത്ഥന. യെസ്. ബെനഡിക് അങ്കിളും പിന്നെ ഈ അക്കുമോൾ എന്ന് പറയുന്ന ആ ഡിവൈസിനകത്തിരിക്കുന്ന അവരും രണ്ടുപേരും എറണാകുളംകാരാണോ? രണ്ടുപേരും എറണാകുളത്താണ് അല്ലേ? അപ്പൊ നിങ്ങളോട് രണ്ടുപേരോടാണല്ലോ ദൂത് പറഞ്ഞത്. എന്തോ ദൈവത്തിന് ഭയങ്കര അക്കുമോൾ, മേരി ബെന്നി, സിനിമോൾ, ജോർജ് വർഗീസ്. ബെനഡിക് അങ്കിൾ എവിടെയാ? കോന്നി പത്തനംതിട്ട ജില്ല. എറണാകുളത്തുള്ളവരെല്ലാം കൈല ഉയർത്തിപ്പിടിച്ചേ. എറണാകുളം ജില്ലക്കകത്ത് ഓക്കെ, അങ്ങനെ കര ഉയർന്നിരിക്കട്ടെ. നിങ്ങളുടെ മേൽ ഭയങ്കര ഒരു ഇമ്പാർട്ടേഷൻ. ജോർജ് വർഗീസ് പ്രിയ അഭിഷിത്തന്റെ മേൽ ഒരു ഭയങ്കര ഇമ്പാർട്ടേഷൻ ഇന്ന് രാത്രി. ഞാൻ വചനത്തിലോട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ദൈവം സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ ഞാൻ പോകുന്നത്. ഒരു ഭയങ്കര ഇമ്പാർട്ടേഷൻ പരിശുദ്ധാത്മാവിൽ എനിക്ക് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്ന ഒരു കാര്യം, തുടങ്ങി വെച്ചത് നഷ്ടപ്പെട്ടു പോയി. ജോർജ് വർഗീസ് എന്ന് പറയുന്ന പ്രിയ അഭിഷിത്തനോടാണ്. തുടങ്ങി വെച്ചത് ചിലത് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ആ ദേശവുമായി ബന്ധപ്പെട്ട് ചിലത് കണക്ട് ആയി വരുന്ന ദൈവാത്മാവിനെ കാണിക്കുന്നു. ഒരു വലിയ ബറാക്ക പോലുള്ള ഒക്കെ ഒരു വലിയ ക്യാമ്പിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. നേരത്തെ പോയിട്ടുണ്ടോന്നോ കണക്ഷൻ ആണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ബറാക്ക എന്ന് പറയുന്ന ഒരു പ്രൊഫറ്റിക്കൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. വെറുതെ തമിഴ്നാടിന്റെ ദേശത്ത് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഉണർവ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന എറണാകുളത്തിന്റെ അകത്തുനിന്ന്. എറണാകുളം നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്ന ഒരു വലിയ മേഖല എന്ന് ദൈവാത്മാനോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ചില ലാംഗ്വേജുകൾ ദൈവം സംസാരിക്കും നിങ്ങളോട്. 2026 മിനിസ്ട്രി തലങ്ങളിൽ ഭയങ്കര ദൈവപ്രവൃത്തികൾ ഉണ്ടാകും. ചിലത് തുടക്കമിടും. എറണാകുളത്തുള്ളവരെല്ലാം പ്രാർത്ഥിച്ചോണം. എറണാകുളം ദൈവത്താൽ പിടിക്കപ്പെടുന്നു. ആമേൻ. ദൈവത്താൽ പിടിക്കപ്പെടാൻ പോവുകയാണ്. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാനിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് പ്രത്യേകമായി ഇന്ന് എന്തൊക്കെയോ ഇതിനകത്ത് ചെയ്യാനുണ്ട്. ഈ മീറ്റിംഗ് വലിയ വിജയത്തിന്റെ മീറ്റിംഗ് ആയി മാറും. ബീനാൻഡി ഓർത്തോണം, ഓരോ മീറ്റിംഗുകൾ കഴിയുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത്, ദൈവമേ ഒരു ഓപ്പണിംഗ് ഉണ്ടാവണം. പക്ഷെ ഓപ്പണിങ്ങിന് വരാൻ ഏകദേശം ഒരു 2-3 മാസത്തിന് ഇപ്പുറം വെച്ച് പിന്നെ നമ്മുടെ നെഗറ്റീവ് അല്ല നമ്മളൊന്നും കാണുന്നില്ല. സാരമില്ല,
2026 ഓപ്പണിങ്ങിന്റെ വർഷമാണ്. ആമേൻ. കർത്താവ് എന്നെ കാണിക്കുന്നത് ഒരു പുതിയ ഹാള്, AC ഹാള്, അതിനകത്ത് ഭയങ്കര ക്രൗഡ്, ഭയങ്കര ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു ശുശ്രൂഷകൾ, ഭയങ്കരമായ ശുശ്രൂഷകൾ അവിടെ നടക്കുകയാണ്. പ്രത്യേക തമിഴ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടവർ, അങ്ങനെ ഒത്തിരി ഒത്തിരി അഭിഷിക്തന്മാർ അവിടെ കാലുകുത്തും. വലിയ വലിയ ഡെലിവറൻസ് മീറ്റിങ്ങുകൾ നടക്കും. ഇങ്ങനെ ചർച്ചിനെ 6 മാസത്തിനകം ഭയങ്കര ഗ്രോത്തിലേക്ക് ദൈവം കൊണ്ടെത്തിക്കും കേട്ടോ, കൊണ്ടെത്തിക്കും. കൂടുതൽ ആൾക്കാർ വരുന്ന ജാതികളിൽ നിന്നായിരിക്കും ദൈവാത്മ പറയുന്നു. ഒരൊറ്റ ക്രിസ്ത്യാനികളെയും ഫോക്കസ് ചെയ്യരുത്. ദൈവാത്മ പറയും ജാതികളെ പിടിക്കാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആമൻ. ആ ദേശത്ത് അവിടെ ഒരു ഹോൾ ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ദൈവം നിങ്ങൾ ഒറ്റയ്ക്ക് നിർത്തും, നിങ്ങൾ ഒറ്റയ്ക്ക് നിർത്തും. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ചിലത് വന്നു കയറിയ പ്രതികൂലം, ഇതുവരെ വന്നു കയറാത്തത്, ഇതുവരെയും നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിന്റെ അകത്ത് വന്നു കയറിയത് പുറത്തെടുക്കാനാണ്, പുറത്തെടുക്കാനാണ്. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, ജാതികളുടെ വലിയൊരു ഒരു ശേഖരം തന്നെ, ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെ നിങ്ങളായിരിക്കുന്ന വേലസ്ഥലവുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. വലിയ മിറക്കിളുകൾ അവിടെ നടക്കും. ഞാൻ പറയുന്നു, നിങ്ങൾ ആരംഭിക്കുന്ന ചർച്ചുമായി ബന്ധപ്പെട്ട് അതിനകത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും, ഒരൊറ്റ സാധനം പോലും നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരത്തില്ല. ഇനി എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം ദൈവ സ്പോൺസർഷിപ്പിനാൽ ദൈവം കൊണ്ടുവരും. വലിയ ബിഗ് ക്രൂസേഡുകൾ അതിനകത്ത് നടക്കും, വലിയ ദൈവപ്രവൃത്തികൾ അതിനകത്ത്. 3-4 മാസം കൊണ്ട് നമ്മളെ ഇങ്ങനെ പിന്തുടരുന്നത് അത് ഒരു ടെസ്റ്റിംഗ് പീരീഡ് ആണ്. അത് പൈശാചിക മേഖല അല്ല എന്ന് ദൈവാത്മ സംസാരിക്കുന്നു. എന്നാൽ ചിലത് ഉണ്ട്, ചില പൈശാചിക മേഖലകൾ ഉണ്ട് എങ്കിൽ പോലും അതിന്റെ അകത്ത് വളരെ വിജയകരമായിട്ട് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും. ഇതിനകത്ത് നിങ്ങൾ ജയിച്ചു കയറുമ്പോൾ ദൈവം ഒരു കിരീടം നിങ്ങളുടെ തലമേൽ വയ്ക്കും. എല്ലാത്തിന്റെ മേലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാൻ മനസ്സിലാക്കുന്നു ഈ ഗ്രൂപ്പിന്റെ അകത്ത് വലിയ ദൈവകൃപ ചലിക്കുകയാണ്. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് വരികയാണ്. കർത്താവിന്റെ ആത്മാവ് ഇടപെടുന്നതിനനുസരിച്ച് ഞാൻ സംസാരിക്കും. ഇന്ന് രാത്രി എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാലോചന പറഞ്ഞോ, അതെല്ലാം സാധ്യമായി തീരും. പ്രത്യേക ജോർജ് വർഗീസ് അഭിഷിക്തരുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് എന്നെ പിന്നെയും കാണിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ശൂന്യതകൾക്കകത്ത് നിന്ന് ദൈവം നിങ്ങളെ പണിത് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഇപ്പോ നോക്കുമ്പോ ഒന്നുമില്ല, സീറോയാണ്. എല്ലാ നിലവാരത്തിലും വളരെ ഹല്ലേലൂയ ശൂന്യതയുള്ള ഒരു അനുഭവത്തിൽ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, ഇത് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതാണോ? അതിശയിപ്പിക്കുന്ന വിധത്തിൽ ചില ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവാത്മാവ് ആലോചന പറയുന്നു. വളരെ പ്രാർത്ഥനയോടിരിക്കുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമുക്കെല്ലാം സുപരിചിതമാണ്. 136 സങ്കീർത്തനം, അതിന്റെ 13-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. 136 സങ്കീർത്തനം, അതിന്റെ 13 മുതൽ ഞാൻ വായിക്കുന്നു. ചെങ്കടലിനെ, ഇതിനകത്തൊരു പ്രൊഫറ്റിക്കൽ ദൂതുണ്ട്, നമുക്ക് എല്ലാം പരിചിതമാണ് ഈ വാക്യങ്ങളെല്ലാം. ചെങ്കടലിനെ 2ആയി വിഭാഗിച്ചവന് അവന്റെ ദയ എന്നേക്കും ഉള്ളത്. 2026 ദൈവത്തിന്റെ ദയ നിന്നെ പിന്തുടരുന്ന വർഷമായിരിക്കും. ദൈവത്തിന്റെ ദയ നിന്നെ പിന്തുടരുന്ന വർഷമായിരിക്കും. ഡിസംബർ അവസാനമാകുന്നതോട് തന്നെ ഏകദേശം നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കകത്ത്, ഏകദേശ സിറ്റുവേഷന്റെ അകത്ത് നിങ്ങൾ ഇങ്ങനെ പറയും, അവന്റെ ദയ എന്റെ കൂടെ ഉണ്ടായിരുന്നു, അവന്റെ ദയ എന്നെ നടത്തി, അവന്റെ കൃപ എന്നെ നടത്തി. അവിടെ പറയുന്നത് ഹല്ലേലൂയ, ചെങ്കടലിനെ 2ആയി വിഭാഗിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ള. ഞാനൊരു കാര്യം പറയാം, ഇങ്ങനൊരു ചരിത്രം ബൈബിളിന്റെ അകത്തുണ്ടെങ്കിൽ, ഇങ്ങനൊരു ദൈവപ്രവൃത്തി ബൈബിളിന്റെ അകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ മുന്നേ പ്രസന്റായി നിൽക്കുന്ന ചെങ്കടൽ നിഷ്പ്രയാസം 2ആക്കി മാറ്റാൻ എന്റെ തമ്പുരാന് കഴിയും. ഹല്ലേലൂയ. പിശാചി എത്ര കളവിത്ത് വിതച്ചാലും, പിശാചി എത്രമാത്രം നിന്നെ ഊറ്റിയെടുക്കാൻ ശ്രമിച്ചാലും, നിന്റെ ഫിനാൻസിനെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ സമാധാനത്തെ, സ്വസ്ഥതയെ, ഹല്ലേലൂയ, എല്ലാ മേഖലയ്ക്കകത്ത് ലോക്ക് ഇട്ടാലും ഈ വചനത്തെ അടിയുറച്ച് വിശ്വസിക്കണം. ഒരു വലിയ ചെങ്കടൽ എന്ന് പറയുന്ന സാധാ സംഭവം അല്ല കേട്ടോ. ഹല്ലേലൂയ. വ്യാപിച്ചു കിടക്കുന്ന സമുദ്രത്തെ 2ആയി മാറ്റാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, നിന്റെ മുന്നിലുള്ള ചെങ്കടലിനെ മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും. നമുക്ക് സുപരിചിതമാണ്. നമ്മൾ ഒത്തിരി വട്ടം ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതായതുകൊണ്ട് വളരെ നമുക്കൊന്നും തോന്നത്തില്ല. പക്ഷേ ഇന്ന് രാത്രി ഈ മെസ്സേജ് ഞാൻ എടുക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞത്, പ്രത്യക്ഷമായിട്ടുള്ള ചില അടയാളങ്ങൾ
നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ഈ മെസ്സേജ് പ്രതി വെളിപ്പെടും. ആമേൻ. ഈ ഒരാഴ്ചക്കകം തന്നെ ഈ മീറ്റിംഗ് കഴിഞ്ഞ അടുത്ത സൺഡേക്ക് മുൻപേ നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ആമേൻ. ഉടകമന ഹന്തന അറകൽക്കടക ശബന അധികൽക്കടകസി അടക ചുടകലകടകക്ഷസി. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്ന ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ലാബ്രാറ്റന റിലിക്കസിയാന്തോന ചുടേലകത്തുനിയ ലഗത്തന യാഥോ ശകൽക്കടകസി ലേബ്രത സിബാനിയാനത്തിൽ ദൈവം ചിലത് എനിക്ക് വേണ്ടി ചെയ്യും എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ആമേൻ. എന്റെ ശബ്ദം കേൾക്കോ? യെസ്. എന്റെ ശബ്ദം കേൾക്കാവോ? കേൾക്കാം സിസ്റ്റർ. ഇതുണ്ട്, വീഡിയോ ഓഫ് ആക്കി ഇപ്പൊ സിസ്റ്റർ. കേൾക്കാവോ? ഇപ്പൊ ആ, കേൾക്കാവോ? കേൾക്കാം കേൾക്കാലോ? കേൾക്കാം. ഓക്കെ, നെറ്റ് ഇടയ്ക്ക് പോയി. ഓക്കെ, ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവന്റെ ദയ അക്കരയ്ക്ക് കടത്തിയവന് അവന്റെ എന്നേക്കുമുള്ളത് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഹല്ലേലൂയ. ഈ ഡിസംബർ മാസം എനിക്കും നിനക്കും ഇതുപോലെ പറയാൻ ഒരു വലിയ ഹല്ലേലൂയ കൊയ്ത്ത്, അല്ലെങ്കിൽ വലിയൊരു രണ്ടായി വിഭാഗിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇതിന്റെ അകത്ത് ഞാനൊരു പ്രൊഫറ്റിക്കൽ കൈമാറാം. നിന്റെ മുന്നിലിരിക്കുന്ന ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിക്കുന്ന ഒരു ആത്മതലം ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. അത് നിന്റെ ലൈഫിന്റെ അകത്ത് ഇപ്പോൾ നിൽക്കുന്ന ഒരു പ്രസന്റ് സിറ്റുവേഷൻ ആകാം. ബൈബിളിന്റെ അകത്ത് ഒരു കടലിനെ രണ്ടാക്കി മാറ്റിയവൻ ബൈബിളിന്റെ അകത്ത് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ദൈവത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിന്റെ അകത്തുള്ള ചെങ്കടലിനെ വിഭാഗിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. നമ്മൾ ഇത് എങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മുടെ ലൈഫിന്റെ അകത്ത് മിറക്കിളുകൾ വെളിപ്പെടുന്നത്, സൂപ്പർ നാച്ചുറൽ തലങ്ങൾ വെളിപ്പെടുന്നത്. ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിക്കുക എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ മിറക്കിളാ, അല്ലെ? സൂപ്പർ നാച്ചുറൽ മിറക്കിൾ, സാധാ മിറക്കിൾ അല്ല. ഒരു ചെവിവേദനയും പനിയും ഒക്കെ മാറുന്നത് പോലെയല്ല. ചെങ്കടലിനെ രണ്ടായിട്ട് മാറ്റുക എന്ന് പറയുന്നത്, അത് ലോകത്തിൽ ഇന്നു വരെ ഒരു വ്യക്തികളും ഒരു ദൈവങ്ങളും ചെയ്തിട്ടില്ലാത്ത സൂപ്പർ നാച്ചുറൽ മിറക്കിളാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഹല്ലേലൂയ. ഒരു ദൂതോടെ ഞാൻ കൈമാറാം. ഈ പ്രപഞ്ചത്തിലെ സകല വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് എന്റെ ദൈവത്തിന് അധികാരമുണ്ടെങ്കിൽ നിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ പ്രശ്നത്തെ മാറ്റാൻ ദൈവത്തിന് കഴിയത്തില്ലേ? ഇന്ന് രാത്രി നമ്മൾ എങ്ങനെ അതിനെ വിശ്വസിക്കുന്നു, നമ്മൾ എങ്ങനെ അതിനെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ ജയിക്കാൻ പോകുന്നത്. ഇന്ന് ഞങ്ങളുടെ ചർച്ചിന്റെ അകത്ത് ഇന്നത്തെ ഒരു മെസ്സേജ് പാസ്റ്റർ പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്. അത് നിങ്ങളോട്ട് ഞാൻ കൈമാറുന്നു. സ്വർഗത്തിൽ നിന്നെ ഇരുത്തിയിരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്താണ്. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്താണ്. അപ്പോ നമ്മൾ ഒന്നിനെ ഓർത്തും ഭാരപ്പെടേണ്ട. സത്യത്തിൽ നമ്മൾ കൃത്യമായിട്ടൊരു റെവലേഷന്റെ അകത്ത് വരുമ്പോൾ നിന്റെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും ഇല്ല. എന്റെ കൂടെ ഉണ്ടോ? എന്റെ കൂടെ നിങ്ങൾ എഫീസർ, ഫിലിപ്പിയർ, കൊലോസിയർ ലേഖനം മൊത്തം വായിച്ചു നോക്ക്. സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുമ്പോൾ എനിക്ക് ഉള്ളതെല്ലാം തന്നു. കൊലോസിയർക്ക് ലേഖനം 1:1 തോന്നുന്നു. അവിടെ വായിക്കുന്നത് ദൈവം റിസറക്ട് ചെയ്തത്, മീൻസ് ഉയർത്തെഴുന്നേറ്റത് അത് ഞാനും ഉയർത്തെഴുന്നേറ്റതിന്റെ തുല്യമാണ്. യേശു കർത്താവ് എന്തെല്ലാം ശരീരത്തിൽ അനുഭവിച്ചു അതെല്ലാം എനിക്ക് സംഭവിച്ചതായിട്ട് ഹല്ലേലൂയ ബൈബിളിന്റെ അകത്ത് വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ പദവി എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്താണ് എന്റെ പദവി. ആ
പദവിക്കകത്ത് നിന്ന് ആമേൻ എന്റെ വിഷയത്തെ ഞാൻ ഒത്തിരി ജാഗരിച്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ ആ വെളിപ്പാടിൽ നീ കയറി കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി. ഓക്കെ, നമ്മൾ ചില രോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തോ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനുണ്ട്, തെറ്റല്ല. പക്ഷെ യഥാർത്ഥ വെളിപ്പാടിലോട്ട് നീ കയറിയാൽ ഇവിടെ ബൈബിൾ പറഞ്ഞു നീ രോഗിയുടെ മേൽ കൈവച്ച സൗഖ്യം. നീ രോഗിയുടെ മേൽ കൈവച്ച സൗഖ്യം, അത് റെവലേഷന്റെ അർത്ഥം എന്ന് പറയുന്നത്. പക്ഷെ വിശ്വാസികൾക്ക് അങ്ങോട്ട് അവരെ പഠിപ്പിച്ച ഒരു രീതിയുണ്ട്. അവൻ ഇത്രയും കുറെയൊക്കെ പ്രാർത്ഥിക്കണം, കുറെയൊക്കെ ഇങ്ങനെ എന്തുവാ കുറെ ടൈം പോണം, അല്ലെങ്കിൽ പോരാട്ടം ഇല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്ന് വിശ്വസിക്കാൻ ഇത്തിരി മനസ്സില്ല. പോരാട്ടം ഉണ്ടെന്നുള്ള പാസ്റ്റർമാരെയാണ് എല്ലാവർക്കും ഇഷ്ടം, പറയുന്ന പാസ്റ്റർമാരെ. നിങ്ങളുടെ ലൈഫിനകത്ത് ഇങ്ങനെ ഒരു പോരാട്ടം ഉണ്ട്, ഇങ്ങനെ ഒരു ബന്ധനമുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നം വീഡിയോ ഓഫ് ആക്കി, വീഡിയോ ഓഫ് ആക്കി. ഇഷ്ടം. പക്ഷെ തെറ്റല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾ കയറി കഴിഞ്ഞ അധികാരി നിങ്ങൾ ഈ ചെങ്കടലിനെ രണ്ടായി വിഭാഗം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? വീഡിയോ ഓഫ് ആക്കി. എന്റെ വോയിസ് വീഡിയോ ഓഫ് കേൾക്കുന്നുണ്ടോ? ആക്കിയിട്ട് ക്ലിയർ ആവുന്നില്ല. കേൾക്കുന്നു സിസ്റ്റർ. ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? ബ്രേക്ക് ചെയ്ത് പോവുക. ഇപ്പൊ കേൾക്കാം സിസ്റ്റർ. വീഡിയോ ഓഫ് ആക്കിക്കോ. ഓക്കെ 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 ഓക്കെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് ആമേൻ യഥാർത്ഥ ഒരു റെവലേഷന്റെ അകത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ, യഥാർത്ഥ ഒരു വെളിപ്പാടിന്റെ അകത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ആമേൻ ഞാൻ പറയട്ടെ, ഈ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ച ദൈവമല്ലേ എന്റെ നിന്റെ അകത്തിരിക്കുന്നത്? അവൻ പിന്നെ എന്തുവാ എനിക്ക് നിനക്ക് കൽപ്പിക്കാൻ ഒരു മടി? എന്താ എനിക്ക് നിനക്ക് പറയാൻ ഒരു മടി? അല്ല, ഈ റെവലേഷന്റെ അകത്താ കയറാൻ പറയുന്നത്. ആമേൻ. അല്ലെ പറഞ്ഞ ഉടനെ ആരും കയറത്തില്ല. ആമേൻ. ചിലപ്പോ ഒരുപക്ഷെ നമ്മുടെ മതം നമ്മളെ അനുവദിക്കത്തില്ല, നമ്മൾ പഠിച്ചു വന്ന നോളജ് നമ്മളെ അനുവദിക്കത്തില്ല. ആമേൻ. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെ ഇതിന്റെ അകത്ത് ജീവിക്കുന്ന ദൈവാസന്മാരുണ്ടെന്നേ. ഹല്ലേലൂയ. ഇതിന്റെ അകത്ത് ജീവിക്കുന്ന ആമേൻ മിനിസ്റ്റർ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആമേൻ ചെങ്കടലിനെ രണ്ടായി വിഭാഗിക്കുക എന്ന് പറഞ്ഞത് ആമേൻ അത് സൂപ്പർ നാച്ചുറൽ ആണ്. യേശു പറഞ്ഞു ആമേൻ നിങ്ങളുടെ അകത്ത് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് നീങ്ങി പോകാൻ പറയാൻ നീങ്ങി പോകും. ആമേൻ. ദൈവം പറയുന്നത് വലിയ ആമേൻ കല്ലിന്റെ അത്ര വിശ്വാസമല്ല. അപ്പൊ വിശ്വാസം ഇല്ലെന്നർത്ഥം. കടുകുമണിയോളം വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ മലയോട് നീങ്ങാൻ പറഞ്ഞാൽ നീങ്ങും. മല നീങ്ങിയ ചരിത്രം ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഒരു ദേവദാസനെ ഈ വചനം വെച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വെല്ലുവിളിച്ചു. അവൻ പുള്ളി പറഞ്ഞു ഇങ്ങനൊരു വാക്യം ബൈബിളിനകത്തുള്ളതുകൊണ്ട് എനിക്ക് മലയെ നീക്കാൻ പറ്റും. അവൻ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം പ്രാർത്ഥിച്ച മല അവിടെ നിന്ന് മൂവ് ചെയ്തു. ഹല്ലേലൂയ. ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ റെവലേഷന്റെ അകത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയേണ്ടത് ചെങ്കടലിനെ രണ്ടായി വിഭാഗിക്കുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രവൃത്തിയല്ല, ഒരു നാച്ചുറൽ കാര്യമല്ല, ഒരു സൂപ്പർ നാച്ചുറൽ കാര്യമാണ്. അത് ഞാൻ നീയും ആരാധിക്കുന്നത്. അതുകൊണ്ട് എന്റെ മുന്നേ നിൽക്കുന്ന ചെങ്കടലിനെ അവൻ രണ്ടായി വിഭാഗിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇവിടെ പറയുന്നു, അതിന്റെ 14ാമത്തെ വാക്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിന്റെ ഈ ചെങ്കടലിനെ നിന്റെ മുന്നേ കൊണ്ടുവന്ന് നിന്നെ മുക്കി കൊല്ലാനാ. പക്ഷേ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതനോട് പറയുന്നു അതിന്റെ ഹല്ലേലൂയ ചെങ്കടലിന്റെ അകത്ത് നിന്നെ മുക്കാൻ, അവൻ അതിന്റെ അകത്ത് നിന്നെ കൊല്ലാൻ പ്ലാനും ഇട്ടവനോട് പറ, എടാ നീ ചെങ്കടലിനെ ഒരുക്കിയാലും എന്റെ ദൈവം അതിന്റെ നടുവിൽ കൂടെ ഒരു വഴി. ഹോ ഷബ്ര കമനഗഡഗസി 14ാമത്തെ വാക്യത്തിൽ പറയുന്നു അതിന്റെ നടുവിൽ കൂടെ ഇസ്രായേലിനെ കടത്തിയവൻ അവന്റെ ദൈവത്തിനുള്ളത്. ഇതുപോലെ നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ദൈവത്തിന്റെ ദയ വർണ്ണിക്കുന്ന വിധത്തിലുള്ള അവൻ വലിയ വലിയ നന്മകൾ, വലിയ വലിയ അനുഗ്രഹങ്ങൾ, വലിയ വലിയ ഹല്ലേലൂയ ഫേവറുകൾ നിങ്ങളുടെ മേൽ വരുവാൻ ഇടയാകുമെന്നതിന് യാതൊരു മാറ്റവുമില്ല. ഉണങ്ങിയ നിലത്തുകൂടെ ഹല്ലേലൂയ ഇതാ നിന്റെ മുന്നേ നിൽക്കുന്ന ചെങ്കടലിനെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഒരു ഉണങ്ങിയ നിലം അവൻ വെട്ടുകയാണ്. ആമേൻ. അർത്ഥം ഈ ചെങ്കടലിനെ ആമേൻ ഹല്ലേലൂയ നിന്നെ മുക്കാൻ കഴിയത്തില്ല, നിന്നെ കൊല്ലാൻ കഴിയത്തില്ല, നിന്നെ അടുത്ത ഡെസ്റ്റിനിയിൽ എത്തിക്കാൻ ഇതാ ഒരു ഉണങ്ങിയ നിലം ഒരുക്കപ്പെടുകയാണ്.
ആമേൻ. ഹല്ലേലൂയ. എത്ര പേർ എന്നെ കേൾക്കുന്നുണ്ട്? ഈ വചനത്തെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചെങ്കടലിനെ മുക്കിക്കൊള്ളുവാനല്ല കേട്ടോ. ചെങ്കടലിനെ മുക്കിക്കൊല്ലാനല്ല, അതിന്റെ മണ്ടയിൽ കൂടെ ഒരു വഴി വെട്ടുന്നവനാണ് തമ്പുരാൻ. ഹല്ലേലൂയ. റബാഖമനഗടഗലധനഗച്ഛസി. ജോഷുവ ഷാജൻ ആ ഡിവൈസിനകത്തിരിക്കുന്ന പ്രിയ ബ്രദറിനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നിന്റെ ലൈഫിന്റെ അകത്തുള്ള സകല ശൂന്യതകളെയും ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഹല്ലേലൂയ എടുത്തു കളയും. നീ വരുമെങ്കിൽ കർത്താവിന് വേണ്ടി ചിലരെ ദൈവത്തിന്റെ ആത്മാവിന് കൊണ്ടുവരാൻ പറ്റും. പല മേഖലകൾക്കകത്തും കഴിച്ചും മടുത്തും മരവിച്ചും ഇനി എന്റെ ലൈഫിന്റെ അകത്തൊരു ബ്രേക്ക് ത്രൂ ഉണ്ടോ, എന്റെ ലൈഫിന്റെ അകത്ത് ഇനി ഒരു ബ്ലെസ്സിങ് ഉണ്ടോ, എന്റെ കുടുംബത്തിനകത്ത് ഇനി ഒരു നന്മയുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളെ ആത്മാവ് ഞാൻ കേൾക്കുകയാണ്. ഇന്ന് രാത്രി ജോഷുവ ബ്രദറെ, കർത്താവ് നിന്നോട് പറയുന്നു, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ടെന്ന്. ഹല്ലേലൂയ. ഇങ്ങനെ ചില സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നീ കരഞ്ഞത്, കഴിഞ്ഞ നാളുകളിൽ നിന്റെ ലൈഫിന്റെ അകത്തുള്ള നഷ്ടം ഒന്നും നീ ഓർക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാനും പദ്ധതി ഉള്ളത് കൊണ്ടാണ് ചിലതിൽ നിന്ന് നിന്നെ വലിച്ചു വെളിയിലിട്ടത്. അത് നിന്നെ ദുഃഖിക്കാനല്ല, ദൈവത്തിന്റെ സകല പ്രവൃത്തികളും പദ്ധതികളും നിന്റെ മേൽ നിറവേറ്റുവാനാണ്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ദൈവാത്മാവെന്നെ കാണിക്കുന്നു. നിനക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ദൈവാത്മാവെന്നെ കാണിക്കുന്നു. ആ പ്രാർത്ഥനകളൊന്നും വേസ്റ്റ് ആയി പോകത്തില്ല. നിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് വലിയ സമാധാനം, എനിക്കറിയത്തില്ല, ചില വിഷയങ്ങളുടെ അകത്ത് അസമാധാനത്തോടെ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുമ്പോൾ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സമാധാനത്തിന്റെ ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവ് അയക്കുകയാണ്. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ, രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി പ്രിയ ബ്രദറെ പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ സന്നിധിയിൽ നീ നിറഞ്ഞ സാന്നിധ്യത്തിന്റെ അകത്ത് ഒരു തീരുമാനം നീ എടുക്കുകയാണെങ്കിൽ ദൈവം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ഹല്ലേലൂയ. ലാബ്രഖമനഗടഗസി. ഒരു ജോബുമായി ബന്ധപ്പെട്ടൊക്കെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഒരു വലിയ തുറവികൾ അതുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ജോബിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ദൈവാത്മാവ് ഒരു പുതിയ ജോലിയെ ദൈവാത്മാവിനെ കാണിക്കുന്നു. പുതിയ ജോലിയെ റഷബന ലാബ്രഖമന റലീഖാസിയ ലേർബാനഗസി. നഷ്ടപ്പെടുന്നോർത്ത് കരയണ്ട കേട്ടോ. നഷ്ടപ്പെടുന്നോർത്ത് കരയണ്ട, വിട്ടുപോയതിനോർത്ത് കരയണ്ട. പോട്ടെ, പോയവരെല്ലാം പോട്ടെ. എന്നാൽ പുതിയ 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 വഴികളെ എന്നെ ആത്മാവ് കാണിക്കുന്ന ഒരു കാര്യം, നിന്റെ പുറകിൽ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. നിന്റെ പുറകിൽ ഒരു മനുഷ്യൻ നിന്നെ ആ വലിയ കര നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് ദൈവാത്മാവെന്നെ കാണിക്കുന്നു. ഹോ ഷാഖ്രാധനഘടകസി. പ്രാർത്ഥിച്ചാട്ടെ. ഒരു വലിയ പകർച്ച ബ്രദർ നിന്റെ മേൽ വെളിപ്പെടുകയാണ്. പുറകിൽ ഒരപ്പൻ ഒരു കുഞ്ഞിനെ എടുക്കുന്നത് പോലെ, ഒരപ്പൻ ഒരു കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവം നിന്നെ മാറോട് ചേർക്കുന്ന ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുന്നു. നീ ഇരിക്കുന്ന റൂമിൽ നീ ഒറ്റയ്ക്കാണ്, പക്ഷെ അവിടെ ദൂതന്മാർ ഇറങ്ങുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞാലും ഇന്നത്തെ രാത്രി കർത്താവിന്റെ ആത്മാവ് അകക്കണ്ണ് തുറന്ന് ചിലത് നിന്നെ കാണിക്കും. ചില തെളിവുകൾക്കായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. കർത്താവെ, നീ ഒരു സ്വപ്നമെങ്കിലും തന്നു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ അകത്തൊരു കൺഫർമേഷൻ ആകാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രിയ ബ്രദറെ, കർത്താവ് നിന്നോട് സംസാരിക്കുന്നു. ദൈവം നിന്നെ ദർശനം കാണിക്കും. ദൈവം നിന്നെ സ്വപ്നം കാണിക്കും. നിന്റെ ലൈഫിൽ ഇതുവരെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാര്യം, അറിഞ്ഞോ അറിയാതെ എനിക്കറിയത്തില്ല, 4 ആക്സിഡന്റുകൾ നിനക്ക് ഒഴിവായി മാറിയെന്ന് ദൈവാത്മാവ് സംസാരിക്കുന്നു. പല ആക്സിഡന്റുകൾക്കകത്തും ഞാൻ ആ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഈ പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ദൂതുകളെല്ലാം കറക്റ്റ് ആണോ ബ്രദറെ? അതെ. കറക്റ്റ്. യെസ്. ഹല്ലേലൂയ. 4 പ്രാവശ്യമായിട്ട്, 4 പരം പ്രാവശ്യം അറിഞ്ഞോ അറിയാതെ ഒക്കെ ആക്സിഡന്റുകൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തട്ടി പോയി പിശാച് പ്ലാനും പദ്ധതി ഇട്ടു.
ആക്സിഡന്റുകൾക്കകത്ത് നിന്ന് ഒരു 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 മനുഷ്യൻ നിന്നെ കോരിയെടുത്ത കർത്താവിനെ കണി ഒരു സ്ട്രീറ്റ് ലൈറ്റ്, ഒരു പോസ്റ്റ്, ഒരു സ്ട്രീറ്റ് ലൈറ്റ്, ഒരു വളവ് കുളിച്ചു കിടക്കുന്ന ഒരു പിക്ചറിന് ദൈവം ആഗ്രഹിച്ച ആ ആക്സിഡന്റ്, ആ ഒരു വലിയ അരങ്ങളിൽ കോരിയെടുത്തത് അവന്റെ രാജ്യത്തിന്റെ ജനനത്തിലെ നീ നശിച്ചു പോകണ്ട. ഹല്ലേലൂയ. റഷ മനാലി, നിന്റെ അകത്തിൽ വാല്യൂ ഉണ്ട്. എന്നെ എനിക്ക് വാല്യൂ ഇല്ല, പ്രയോജനമില്ല, എന്റെ ഫാമിലി. ബ്രദറെ, കർത്താവ് പറയുന്നു, എന്നോട് പറയുന്നു. എന്റെ ശബ്ദം കേൾക്കാവോ? സിസ്റ്റർ ഒന്നും കേട്ടില്ല. ബ്രദറുടെ ദൂത് അത്രയും ബ്രേക്ക് ചെയ്ത് പോകുമായിരുന്നു. ഓക്കെ, ഇപ്പൊ കേൾക്കാവോ എന്റെ ശബ്ദം? ഇപ്പൊ കേൾക്കാം. ഓക്കെ. അവനോട് സംസാരിക്കുന്നു. ഈ വിചാരിക്കുക എന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഞാനൊരു പ്രയോജനമില്ലാത്തവനാണ്. ആമേൻ. എന്റെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് ഞാനൊരു പ്രയോജനമില്ലാത്തവനാണ്. എന്നെ കൊണ്ടൊരു നന്മ ഇനി ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഞാനൊരു കാര്യം പറയാം. സാറ അവൻ മച്ചിയായിരുന്നു, പ്രസവിക്കും എന്ന് യാതൊരു വിധത്തിലുള്ള ആമേൻ ഒരു തെളിവുകളും അവിടെ ഇല്ല. ആമേൻ. സാറ ഒരു കുഞ്ഞിന് ഗർഭം കൊടുക്കും, ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കും, പ്രസവിക്കുമെന്ന് യാതൊരു വിധമായിട്ടുള്ള ഒരു സാധ്യതകളും അവിടെ ഇല്ല. അതുപോലെ നിന്റെ ലൈഫ് ഇപ്പോൾ സാധ്യതകളെല്ലാം ലോക്കാണ്. ആമേൻ. പക്ഷേ കർത്താവിന്റെ ആത്മ പറയും, നിനക്ക് വേണ്ടി ചില സാധ്യതകളെ ദൈവം തുറക്കും. ഇന്ന് രാത്രി ആമേൻ, നീ ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനത്തിന്റെ അകത്താണ്. നീ ഒത്തിരി പേരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടു. പക്ഷേ ചിലത് ബ്രേക്കായി. ബ്രേക്കായത് ഓർത്ത് ഭാരപ്പെടേണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിന് നിന്നെ കുറിച്ച് ചിലത് ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. നിന്റെ പുറകെ നിൽക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പ്രയറിനെ ദൈവാത്മാവിനെ കാണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടിരിക്കുക. ഇന്നത്തെ ഈ സൂം മീറ്റ് എനിക്കറിയത്തില്ല, നിങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് ദൈവാത്മാവ് കാണിക്കും. നിങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്നു. വരുന്ന 6 മാസങ്ങൾക്കകം ജോഷുവ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ആയിരിക്കത്തില്ല. 6 മാസങ്ങൾക്കകത്ത് ദൈവം നിന്നെ ചില ചേഞ്ചിങ്ങൾക്കകത്ത്, ചില മാറ്റങ്ങൾക്കകത്ത് കടത്തിവിട്ട് നിന്റെ രൂപവും ഭാവവും ഒക്കെ മാറുന്ന ഒരു അനുഭവത്തിൽ ദൈവാത്മാവിനെ കാണിക്കുന്നു. നിന്നെ ബാധിച്ചിരിക്കുന്ന ഡിപ്രഷന്റെ ഏരിയകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി വെട്ടുന്നു. മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യുന്ന സ്വസ്ഥതയില്ല. ചില കാര്യങ്ങൾ, ഓർമ്മകൾ ഇങ്ങനെ കയറി വരുമ്പോൾ അസ്വസ്ഥതയാണ്. പക്ഷേ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ മൈൻഡിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം സുരക്ഷിതമാക്കിയിരിക്കുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് ഡിപ്രഷനെ ദൈവാത്മാവ് ശാസിക്കുന്നു. ഇന്ന് രാത്രി നീ സുഖമായിട്ട് കിടന്നുറങ്ങും. എന്നെ വല്ലാതെ ഉറക്കത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്നു, ഉറക്കമില്ല, ചില സമയങ്ങളിൽ ചാടി എണീക്കുന്ന അനുഭവങ്ങളെല്ലാം ദൈവാത്മാവ് കാണിക്കുന്നു. പക്ഷേ സുഖമായ ഉറക്കത്തെ തന്ന് ദൈവം ഇന്ന് രാത്രി നിന്നെ ഉറക്കും. അങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നു. ഹല്ലേലൂയ. ദൈവം ഇന്ന് രാത്രി നിന്നെ ഒരാപ്പനെ പോലെ താരാട്ട് പാട്ട് പാടി ഉറക്കി. ഹല്ലേലൂയ. ആ സ്നേഹത്തെ ഹല്ലേലൂയ. ബാല്യകാലത്ത് നിനക്ക് കിട്ടാത്തത്, യൗവനത്തിൽ കിട്ടാത്തത്, അപ്പന്റെ സ്നേഹം ഉടകമന റഗൽ കടക ധിരികൽ കാതി കടകം ജാന ലേബ്രധന ഘടകസി. ഒത്തിരി വേണം എന്ന് കൊതിച്ചിട്ടും കിട്ടാത്ത സ്നേഹത്തിന്റെ അളവിന്റെ മുഴുവൻ പെർസെന്റേജ് ഇന്ന് രാത്രി പ്രിയ ബ്രദറെ, എനിക്ക് നിന്നോട് പറയേണ്ടത് 100% സ്നേഹിക്കുവാൻ ഒരപ്പന് മാത്രമേ കഴിയത്തുള്ളൂ, സ്വർഗീയ പിതാവിന് മാത്രമാണ്. ഒരു മനുഷ്യർക്കും, ഒരപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഒന്നും നിന്നെ സ്നേഹിക്കാൻ കഴിയത്തില്ല 100%. നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് ആർക്കും നമ്മളെ സ്നേഹിക്കാൻ കഴിയത്തില്ല. പക്ഷെ 101% സ്നേഹിക്കാൻ കഴിയുന്നത് തമ്പുരാന് മാത്രമാണ്. ഇന്ന് രാത്രി നിന്റെ ലൈഫിന്റെ അകത്ത് മറക്കാൻ പറ്റാത്ത സൂം മീറ്റിംഗ് ആയിരിക്കും. ഇന്നത്തെ രാത്രി ഞാൻ ഇത് കഴിഞ്ഞ് ഈ മീറ്റിംഗോടെ വൈൻഡപ്പ് ചെയ്തിരുന്നാലും നിങ്ങൾ കിടക്കുമ്പോൾ, നിങ്ങൾ ഉറങ്ങുമ്പോൾ അവൻ നിന്റെ അടുത്ത് വന്നിരിക്കും, നിന്നെ ആശ്വസിപ്പിക്കും. പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. ഒരുങ്ങുക. ദൈവം ഒരു യാത്ര ഒരുക്കും കേട്ടോ, ഒരു യാത്ര ഒരുക്കും. പോയതിനെ ഓർത്ത് ഭാരപ്പെടരുത്. ഒത്തിരി കാര്യങ്ങൾ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഞാൻ പറയാം, ബീനാൻറ്റി ചേർത്ത് പ്രാർത്ഥിച്ചോണം ഈ ബ്രദറിനെ. ഹല്ലേലൂയ. ഭയങ്കര ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളെ ദൈവം ആക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ദാരിദ്ര്യങ്ങൾ നിങ്ങൾ മുഖാന്തരം മാറും.
ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ തലമേലിട്ട ശാപങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നീക്കുന്നു. അധികാരികളുടെ ശാപം, ഹല്ലേലൂയ, നല്ലതെന്ന് വെച്ച് ചെയ്തതെല്ലാം നിങ്ങൾക്ക് തിരിഞ്ഞു വന്നു. ഇപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷന്റെ അകത്താണെന്ന് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. ഒത്തിരി കുരുക്കുകൾക്കകത്ത് കുരുങ്ങിക്കിടക്കുവാണ്. ആമേൻ. ഞാനൊരു കാര്യം പറയാം, കുരുങ്ങിക്കിടക്കുന്നതിനെ കുരുക്കഴിച്ച് പുറത്തെടുക്കുവാനാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് യേശു വന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച ഒരു വലിയ ദൈവപ്രവൃത്തി, ഹല്ലേലൂയ, ഉണ്ടാകും. ബിനാൻഡി, ഈ പുള്ളി നേരത്തെ നമ്മുടെ മീറ്റിങ്ങിനകത്ത് കയറുന്ന ആളാണോ, പുതിയ ആളാണോ? ഇല്ല, എനിക്കറിയത്തില്ല. അമ്മ ഭയങ്കര ഇതിന്റെ ദൈവപ്രവൃത്തി അമ്മ ഉണ്ട് ഈ ബ്രദറിന്റെ മേലെ. ഇതിന്റെ ഈ മോന്റെ അമ്മ ഇതിൽ കയറുന്നതാ. എൽസി ഷാജൻ, അതിന്റെ എൽസി ഷാജന്റെ മോന പുള്ളി സ്ഥിരം കയറും. പുള്ളിക്കാരെ ആദ്യമായിട്ടാണോ ഇതിനകത്ത് കയറുന്നത് ഇന്ന്? ഇടയ്ക്ക് കയറും, ഇടയ്ക്കിടയ്ക്ക് കയറും. ജോലിയുണ്ട്, കടയിൽ കണ്ട നിൽക്കുക. അവിടെ നിന്നുകൊണ്ടാകുമ്പോൾ കയറുന്നത് സമയമില്ല. അങ്ങനെ കടയില്ലാത്തപ്പോഴൊക്കെ കയറാൻ പറ്റും. മാധവ് എന്നും കയറും. എൽസി ഷാജൻ. ഓക്കെ. സ്വന്തം കടയിലാണോ അതോ മറ്റു ആരെങ്കിലും കടയിലാണോ നിൽക്കുന്നത്? വേറെ കടയല്ല, സ്വന്തമല്ല. ഹലോ, സ്വന്തം കടയല്ല, സ്വന്തം വേറെ കടയല്ല, വേറെ സ്വന്തമല്ല. സ്വന്തമല്ല. ആ, ദൈവം ദൈവം നിന്നെ കടയിലൊന്നും നിർത്താനൊന്നും അല്ല. ദൈവം അതിനൊക്കെ പൊട്ടിച്ച് വെളിയിലെടുക്കും. നിനക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമല്ല അവിടെ നിൽക്കാൻ, പക്ഷെ അവസ്ഥ അതാണ്. പക്ഷെ ദൈവമാനം നീ എടുക്കണം. കർത്താവെ, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഞാൻ ഇന്നലെ വരെ മറ്റു പലർക്കും വേണ്ടി ജീവിച്ചു. എന്റെ എല്ലാ ആത്മാർത്ഥതയും ഞാൻ മറ്റു പലർക്ക് വേണ്ടി കൊടുത്തു. പക്ഷേ ഇന്നു മുതൽ ഞാൻ കൊടുക്കാൻ പോകും. ഞാൻ എന്റെ ലൈഫ് മുഴുവൻ നിനക്ക് തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു വലിയ ഫ്യൂച്ചർ നിന്റെ മേലുണ്ട്. പ്രത്യേക കർത്താവിനെ കാണിക്കും, നിന്റെ ചെസ്റ്റുമായി ബന്ധപ്പെട്ടൊരു സൗഖ്യം നടക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തുന്നത് പോലെയൊക്കെയുള്ള വേദനയൊക്കെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ചെസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചോണോ അത്. ആമേൻ. അതങ്ങനെ വേദന അനുഭവപ്പെടാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വരാറുണ്ട്. കൈവച്ച ഇപ്പൊ സൗഖ്യമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാട്ടെ. പറഞ്ഞോ. Yes, right now. Mighty name of Jesus. സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ജോഷുവ എന്ന് പറയുന്ന ഈ ബ്രദറിന്റെ ലൈഫ് തിരിയട്ടെ. ഈ സൂ മീറ്റിംഗിന്റെ അകത്ത് നിന്റെ മകന്റെ ലൈഫ് ഇന്ന് ഈ മീറ്റിംഗ് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മീറ്റിംഗ് ആണ്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മീറ്റിംഗ് ആണ്. ജോഷുവ ബ്രദറിനെ മാറ്റുന്ന മീറ്റിംഗ് ആണ് ഇത്. ഹല്ലേലൂയ. ആമേൻ. ഇത് എന്തുവാ, ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതി. ഇന്ന് നീ ഇതിനകത്ത് കയറിയത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ്. ഹല്ലേലൂയ. സമയം കണ്ടെത്തി ഒന്ന് കയറാൻ തോന്നിയതാ മനസ്സിനകത്ത്. ആ തോന്നൽ ആമേൻ ബ്ലെസ്സിങ് ആണ്. ആരുടെയും കടയിൽ നിൽക്കാനല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. ഒരു വലിയ ഒരു പൊസിഷനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് മാനിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ചോണം. 2026 നിന്റെ ഇയർ ആണ്. നീ എടുക്കുന്ന തീരുമാനത്തിന്റെ അകത്ത് വലിയ ഓപ്പണിങ്ങൾ ഉണ്ടാകും. ഇതിനകത്ത് സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ മുൻപിൽ ഇരിക്കുന്ന ചെങ്കടലിനെ രണ്ടായി വിഭാഗിക്കുന്ന ആമൻ ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങുക. അവിടെ പറയുന്നു, ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അടുത്ത പ്രൊഫറ്റിക്കലൂടെ അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന് ഇപ്പോ ചെങ്കടലിന്റെ ആമൻ ഇക്കരക്കരയില നീ നിൽക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവ് നീ കാണുക, ഞാനിതാ ഉണങ്ങിയ നിലത്തുകൂടെ അപ്പുറത്ത് കടക്കുകയാണ്. എന്റെ ഡെസ്റ്റിനിലേക്ക് കടക്കുകയാണ്. അവൻ പുറപ്പാട് പുസ്തകം 14:29, അവൻ സങ്കീർത്തനങ്ങൾ 78:13 നിങ്ങൾ പോയി വായിക്കണം. അവിടെ എല്ലാം ഉണങ്ങിയ നിലത്തുകൂടെ കരയെന്നവണ്ണം അവൻ കടന്നു എന്ന് വായിക്കുന്നു. അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന്. 3 പ്രോസസ്സ് ഇന്ന് രാത്രി ഞാൻ വായിച്ചു. 1, ചെങ്കടലിനെ രണ്ടായി വിഭാഗിക്കുക. 2, അതിന്റെ മണ്ടയിൽ കൂടെ ഒരു വഴി, കര. അവൻ 3, ഹല്ലേലൂയ, ആരാണോ ചെങ്കടലിൽ വീഴാൻ ആഗ്രഹിച്ച് പിന്തുടരുന്നവൻ ചെങ്കടലിൽ വീഴുകയാണ്. 3 കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് സംഭവിക്കും. അവൻ ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവന്റെ ദൈവന്നേക്കുമുള്ളത്. ആമേൻ. ഹല്ലേലൂയ. അവിടെയാണ് ജയം വരാൻ പോകുന്നത്. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ, 3 പ്രൊഫറ്റിക്കൽ കാര്യങ്ങൾ ഏറ്റെടുക്കുക. ചെങ്കടലിനെ രണ്ടായി വിഭാഗിക്കുന്നു. 2, ചെങ്കടലിന്റെ മണ്ടയിൽ കൂടെ ഇത് പറയുമ്പോൾ ഭയങ്കര ദൈവസാന്നിധ്യം വ്യാപരിക്കുകയാണ്. ചെങ്കടലിന്റെ മണ്ടയിൽ കൂടെ കരയുന്നവണ്ണം ഒരു വഴി വെട്ടുന്നു. 3, ആമേൻ. അതിനുശേഷം ആമേൻ എന്റെ ഡെസ്റ്റിനിയിൽ കടത്തിയതിനു ശേഷം
ഓ, എന്നെ പിന്തുടർന്ന് വന്ന ഫറവോനെ സൈന്യത്തെ ചെങ്കടലിൽ അവൻ തള്ളിയിട്ടു എന്നാ വായിക്കുന്ന, തള്ളിയിട്ടു. ആമേ, ഹല്ലേലൂയ. നിന്റെ നാശത്തെ ആഗ്രഹിച്ചത്, നിന്റെ നാശത്തെ ആഗ്രഹിച്ചത്, നിന്റെ മരണത്തെ ആഗ്രഹിച്ചത് ചെങ്കടലിന്റെ അകത്ത്, ആമേ, ദൈവം തള്ളിയിടാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ആരാധിച്ച് ജയമെടുത്തു, ആരാധിച്ച് ജയമെടുത്തു. ചെങ്കടലിൽ ഇതാ ചിലത് വീഴുന്നുണ്ട് കേട്ടോ, വീഴുന്നുണ്ട്. ആരാധിച്ചു. നിന്റെ മുന്നേ നിൽക്കുന്ന, നിന്നെ പിന്തുടരുന്ന ഫറവോന്റെ ശക്തികൾ ഇതാ ചെങ്കടലിലേക്ക് മറിയുന്നു. കണ്ടാരാധിക്ക് നീതി സിസ്റ്ററെ, കണ്ടാരാധിക്ക്. നിനക്ക് എതിരായി എഴുതിവിട്ട ഫോളോപ്പുകൾ, വാക്തത്വത്തിനെതിരായി അവൻ എഴുതിവിട്ട അമ്പുകൾ ഓ, ചെങ്കടലിൽ ഇതാ വീഴുകയാണ്. ആരാധിക്കുന്നവന്റെ മേൽ ഈ പ്രോസസ്സുകൾ നടക്കും. നിന്റെ മുന്നേ ഇരിക്കുന്ന ചെങ്കടലിന്റെ മണ്ടയിൽ കൂടെ ഒരു വഴി, ഉണങ്ങി നിലവിത ഉണ്ടായി വരുന്നു. റാബ ശാന്തന റഗൽ കടകസി ലാബ്രക്കമന ഘടകം, ശൈഡമാന ഘട്ടം, അർത്ഥകല ഘടകം, ശകലാധികട്ടി, വേരികഥന ഘടകസി. ആരാധിച്ചു. ഇതിനകത്ത് ഭയങ്കര ശാന്തി വ്യാപരിക്കുന്നു. 3 പ്രൊഫറ്റിക്കൽ കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. 1, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ചെങ്കടൽ. 2, അതിന്റെ മണ്ടയിൽ കൂടെ കര, ഒരു ഉണങ്ങിയ നിലം, ഒരു ഉണങ്ങിയ നിലം. 3, റെബ കമന, ആ ഉണങ്ങിയ നിലത്ത് കൂടെ നിന്റെ ഡെസ്റ്റിനി എത്തിച്ചതിന് ശേഷം ആമേൻ, നിന്നെ പിന്തുടരുന്ന ഫറവോന്റെ സൈന്യവും അവന്റെ ശക്തിയും കുതിരകളുമെല്ലാം ഇത് ദൈവം തള്ളിയിടുകയാണ്. ഓ, ഇപ്പോൾ നീ പൊക്കോണ്ടിരിക്കുന്ന സീസൺ നിന്നെ വിട്ടുപോകും. ഹല്ലേലൂയ. ഈ സീസണിന്റെ അകത്ത് നിനക്ക് കണ്ണുനീരും വേദനയും ഉണ്ടെങ്കിൽ വാർത്ത് ഭാരപ്പെടേണ്ട. എല്ലാത്തിനും ചെങ്കടലിൽ തള്ളിയിടുന്ന ഇതാ ഒരു സീസൺ വെളിപ്പെടുകയാണ്. ആരാധിച്ചോ. ഹോസ്പിറ്റലുകൾക്കകത്ത് സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ, ഭവനങ്ങൾക്കകത്ത് സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. അസമാധാനത്തിന്റെ സ്പിരിറ്റുകൾ മാറി സമാധാനത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളുടെ മേലെ ചില ഭവനങ്ങൾക്കകത്ത് ഏഞ്ചൽസ് ഇറങ്ങുന്നുണ്ട് കേട്ടോ, നിനക്ക് എതിരായി നിൽക്കുന്ന ചിലതിനെ തള്ളിയിടുവാൻ. ഇത് ആത്മമണ്ഡലത്തിൽ യുദ്ധങ്ങൾ നടക്കുന്നു. പൈശാചിക സൈന്യവും ദൈവത്തിന്റെ സൈന്യവുമായി ബന്ധപ്പെട്ട്, നിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആരുടെയൊക്കെ വിഷയങ്ങൾ ഇതാ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. യുദ്ധം നടക്കുന്നു. അടകമന ഘടക ചുടബല ഘടകക്ഷസി. ആരാധിച്ച് നീ ജയമെടുക്കുന്നതിനനുസരിച്ചാണ് നിന്റെ ലൈഫിന്റെ അകത്ത് വിടുതൽ വെളിപ്പെടാൻ പോകുന്നത്. ആരാധിച്ച് ജയമെടുക്ക. ആ റശമന ഹന്തന ലേബ്ര കസിതോൽ ഫിയർതന ലാബ്ര തീഡ യാതോ എൽബ്രി കസിഫോന എലിബ്ര കസിയാതോ ഫെബ്രുവരി മിനിസ്റ്റർ ചെയ്യുന്നവരെ കുറിച്ച് ഫെബ്രുവരി നിന്റെ ലൈഫിന്റെ അകത്ത് വഴിത്തിരിവുകളുടെ മന്ത്. 2026 ഫെബ്രുവരി ഏറ്റെടുത്തോ. Receive the mighty fire. La rakasebeteli, le brakasetelia, lera fire. Release the fire. Fire anointing. Agni abhishekam. Raba kamana ragadana, la brakadana yasiya. Destiny ninne യഥാർത്ഥ ഡെസ്റ്റിനിക്കകത്ത് നിന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു അഭിഷേകം വ്യാപരിക്കുന്നു. ഓ, നിങ്ങളായിരിക്കുന്ന ആ റൂമിന്റെ അകത്ത് ഇതാ ദൈവ സാന്നിധ്യം വീഴുന്നു. അനാവശ്യ ഹോസ്പിറ്റൽ കേസുകൾ യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. അനാവശ്യമായി ക്യാഷുകൾ പുറത്തേക്ക് ഒഴുകുന്നത് യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. അനാവശ്യ എക്സ്പെൻസുകൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. അലച്ചിലുകൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. പ്രാർത്ഥിച്ചോ. അനാവശ്യമായി നിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് ഒഴുകുന്നത് യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. കൈയും കാലും ഒടിഞ്ഞ് നീ ഒരു പരാലിസിസ് വന്നവനെ പോലെ നിന്നെ തളർത്തിടുവാൻ നോക്കിച്ചില്ല ഫറവോന്റെ ശക്തികൾ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ അകത്തു നിന്ന് വിട്ടുപോകുന്നത് പരിശുദ്ധാത്മാവ് ഞാൻ കാണുന്നു. ഭവനവുമായി ബന്ധപ്പെട്ട് ഒരു വിള പോലൊരു ഏരിയ നിന്റെ നീയുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവിനെ കാണിക്കുക. എനിക്ക് അറിയത്തില്ല എന്തിനാ അങ്ങനെ കാണിക്കുന്ന. ഒരു വിള പോലെ, ഒരു
കണ്ടം പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രദേശം ദൈവാത്മാവിനെ കാണിക്കുന്നു. ആമേൻ ദേശവുമായി ബന്ധപ്പെട്ട് നിന്റെ മേൽ വന്ന ചില ഫോളോ അപ്പുകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി മുറിച്ചു. പ്രാർത്ഥിച്ചോടെ ഇതിനകത്തിരിക്കുന്ന മുഴുവൻ 81 ഡിവൈസിനകത്തിരിക്കുന്നവരും പ്രാർത്ഥിച്ചോടെ. ഇന്ന് രാത്രി നിന്റെ ബ്രേക്ക് ത്രൂവിന്റെ രാത്രിയാണ്. ഫറവോനെ സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ട ഒരു വലിയ നടന്ന ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ഈ ബൈബിളിന്റെ അകത്ത് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് നടന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ലൈഫിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെ നിഷ്പ്രയാസം എതിരിടാൻ ദൈവം നിനക്ക് കൃപ തരും. നീ ജയിക്കുക തന്നെ ചെയ്യും. ശുശ്രൂഷകരെല്ലാം പ്രാർത്ഥിച്ചോണം. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന അനുഭവങ്ങൾ മാറുന്നു കേട്ടോ. മറിച്ചും തിരിച്ചുമുള്ള അനുഭവങ്ങൾ. അഡ്ജസ്റ്റഡ് ലൈഫ്. ഫിനാൻഷ്യലി അഡ്ജസ്റ്റ് ചെയ്ത് ഞെരുക്കത്തിന്റെ അകത്ത് നിന്നെ കൊണ്ടുപോയി നിന്നെ സ്ക്യൂസ് ചെയ്യുന്നത് പോലെ നിന്നെ എടുക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് രാത്രി ബ്രേക്ക് ആകുന്നു. Right now in the name of Jesus. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഈ വചനപ്രകാരം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പറയപ്പെട്ട ദൂതുകൾ, ഇന്ന് പറയപ്പെട്ട പ്രവചന ശബ്ദങ്ങൾ, പറയപ്പെട്ട വചനത്തിന്റെ വെളിപ്പാടുകൾ, ഹല്ലേലൂയ, ഇത് എനിക്ക് നിർത്താൻ പറ്റാത്ത വിധത്തിൽ ഭയങ്കര സാന്നിധ്യത്തിനകത്ത് മൂവായിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ആത്മാവിന്റെ വലിയ ചലനം സംഭവിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്ന ഭവനങ്ങളിൽ, നിങ്ങൾ ഇരിക്കുന്ന റൂമുകളിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ പകർച്ച നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ലെനി സിസ്റ്റർ പ്രാർത്ഥിച്ചു, സി ജോൺ പ്രാർത്ഥിച്ചോ, ബാംഗ്ലൂർ പ്രാർത്ഥിച്ചോ. ഒരു വലിയ പകർച്ച മാൻഡിൽ നിങ്ങളുടെ മേൽ വീഴുന്നു. മേരി ബെന്നി പ്രാർത്ഥിച്ചോ. ആ കുടുംബത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. മറിച്ചും തിരിച്ചുമുള്ള നിന്റെ അഡ്ജസ്റ്റഡ് ലൈഫിന് ദൈവാത്മാവ് എടുത്തു മാറ്റുന്നു. ആന്റി പ്രാർത്ഥിച്ചോ, മേരി ബെന്നി പ്രാർത്ഥിച്ചോ. ആ ഡിവൈസിനകത്തിരിക്കുന്ന പ്രിയ ആന്റിയെ ദൈവത്തിന്റെ ആത്മാവ് തൊടുന്നു. Right now, fire anointing, release. Receive it. Rakata la bakata na yako. Sekeni bilarofos. Labro tanifa. Lerakinasia. Libridini. Ribusha. Libusa. Abaratili kadaga. Chudikala kadaga. Tudagacha balagatti. Arthanadigal kadaga. Siyal kabadi kadaga. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയപിതാവിന്റെ സ്വർഗ്ഗ നല്ല കർത്താവേ, നൽകപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി അപ്പ. കർത്താവ് മീറ്റിംഗ് മൈൻഡപ്പ് ചെയ്യുന്നാലും കർത്താവിടെ ഭവനങ്ങളിൽ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ മെസ്സേജിന്റെ കർത്താവ് വലിയ ചലനങ്ങൾ, മാനിഫെസ്റ്റേഷനുകൾ അവരുടെ ലൈഫിന്റെ അകത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സീസണെ തിരിക്കുന്ന വലിയ ദൈവകൃപ അവിടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ അത്ഭുത സൗഖ്യത്തെ പകരണമേ. ഇന്ന് രാത്രി കർത്താവെ ഒരു സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ് അവർ കാണട്ടെ. സൂപ്പർ നാച്ചുറൽ മിറക്കിളുകൾ കാണട്ടെ. വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ കർത്താവെ. എല്ലാ കർത്താവെ 79 ഡിവൈസിനകത്തിരിക്കുന്ന എല്ലാ കർത്താവെ പ്രിയപ്പെട്ടവരെയും പോയവരെ ഒക്കെ ദൈവത്തിലേക്ക് ഏൽപ്പിക്കുന്നു. വലിയ നന്മകൾ അവരുടെ ലൈഫിന്റെ അകത്ത് ഉണ്ടാകട്ടെ. അവരുടെ ടെസ്റ്റ് റിപ്പോർട്ടുകളെല്ലാം നോർമൽ ആകട്ടെ. ലാബ് റിപ്പോർട്ടുകൾ നോർമൽ ആകട്ടെ. ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. മുഴകൾ സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ സൗഖ്യമാകട്ടെ. ബ്ലഡ് ഡിസീസുകൾ സൗഖ്യമാകട്ടെ. യേശുനാമത്തിൽ ആർത്രൈറ്റിസുകൾ സൗഖ്യമാകട്ടെ. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചോണം. തൈറോയിഡുകൾ സൗഖ്യമാകട്ടെ. ബ്ലീഡിങ്ങുകൾ സൗഖ്യമാകട്ടെ. സന്ധിവാദങ്ങൾ സൗഖ്യമാകട്ടെ. മൈഗ്രെയിനുകൾ സൗഖ്യമാകട്ടെ. തൈറോയിഡുകൾ സൗഖ്യമാകട്ടെ. പാർക്കിൻസൺസ് സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ചെസ്റ്റ് പെയിനുകൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആൻജിയോപ്ലാസ്റ്റി ഡോക്ടർ നിർദ്ദേശിച്ചത് ക്യാൻസർ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ചെസ്റ്റുകൾ സൗഖ്യമാകട്ടെ. ന്യൂമോണിയകൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ കപക്കെട്ടുകൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. റമന ഹന്തന റഗൽ കടകസിയ. സ്വർഗം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. ഇന്ന് രാത്രി വലിയ ദൈവപ്രവൃത്തി ഈ മീറ്റിംഗിനകത്ത് വെളിപ്പെടുത്തിയിരിക്കാൻ നന്ദി. മഹത്വമാനം അങ്ങേക്ക് തരുന്നു. അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇത്രയും സമയം തന്ന കർത്താവിന്റെ ദാസിയോടുള്ള നന്ദിയെ, കുടുംബത്തോടുള്ള നന്ദിയും ഹല്ലേലൂയ സ്നേഹത്തെ അറിയിക്കുന്നു. പ്രത്യേകാല് ഇന്ന് കേട്ട മെസ്സേജ് നിങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് വലിയ ബ്രേക്ക് ത്രൂകൾ കൊണ്ടുവരും. എനിക്കറിയാം ഇത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടും ഇതിനകത്ത് ദൈവസാന്നിധ്യം പോകുന്നില്ല. എനിക്കറിയാം സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ കണ്ടിന്യൂസ് ചെയ്യുക. വലിയ നന്മകൾ അടുത്ത് നമ്മൾ സൂം മീറ്റിങ്ങിന് കാണുമ്പോൾ ഇതിനകത്ത് സാക്ഷികൾ കൊണ്ടു നിറയട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവ് താമസമാണെങ്കിൽ അടുത്ത മീറ്റിംഗിൽ നമുക്ക് ഒരുമിച്ച് കാണാൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.